ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ സഖ്യത്തിന് കാര്യമായ ഒരു ചലനവും രാജ്യത്തിന് ഒരു ഭാഗത്തും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ആ പോൾ ഓഫ് പോൾസിൽ വ്യക്തമാകുന്നത്. ഈ പോൾ ഓഫ് പോൾസ് എന്താണ് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ എക്സിറ്റ് പോളുകൾ എക്കാലവും ശരിയായ ചരിത്രമൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോളുകളും 350+ പറയുകയാണ് ഇന്ത്യ സഖ്യത്തിന്. എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യ ഹിന്ദു ഹൃദയഭൂമിയിൽ കഴിഞ്ഞ തവണ അവർ മാക്സിമം സാച്ചുറേഷൻ മൂല്യത്തിൽ അവർ പരമാവധി സീറ്റുകൾ നേടിയെടുത്ത് അവരുടെ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന് അതേസമയം നോർത്തിലേക്ക് വരുമ്പോഴേക്കും കേരള, തമിഴ്നാട് അടക്കമുള്ള ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം. അങ്ങനെ കേരളത്തിൽ 1 മുതൽ 4 സീറ്റുകൾ പറയുന്ന ആക്സിസുമായി ഇന്ത്യയാണ്. തമിഴ്നാട്ടിൽ 2 സീറ്റുകൾ ആക്സിസുമായി ഇന്ത്യ പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലടക്കം TDPയുമായുള്ള സഖ്യം വലിയ വിജയം അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുവെന്ന് ഈ സർവേകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ നോർത്തിൽ അവരുടെ കോട്ടകൾ അതേപോലെ നിലനിർത്തുന്നു. താഴെ അവർക്ക് അധികം സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൂടി BJP NDA സഖ്യം അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് കാര്യമായ നേട്ടം, ഒരു ചലനം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ പരിപൂർണമായ തകർച്ചയല്ല. പക്ഷേ BJPയെയും NDAയെയും അധികാരത്തിന്റെ വഴിയിൽ തടഞ്ഞു നിർത്താൻ ആവശ്യമായ ഒരു വെല്ലുവിളി കൊടുക്കാൻ എന്തായാലും ഇതുവരെ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. 543 ആക്സിസുമായി ഇന്ത്യയുടെ സർവേ തുടരുന്നു. ഇപ്പോഴും 543-ൽ 232 സീറ്റുകളുടെ പ്രവചനം അവർ പറയുമ്പോൾ അതിൽ 143 മുതൽ 161 വരെ NDA, 69 മുതൽ 87 വരെ ഇന്ത്യ സഖ്യം, മറ്റുള്ളവർ 1 മുതൽ 5 വരെ. എസ് വിജയകുമാർ തുടർന്ന്. വിജയകുമാർ, ഇവിടെ നമ്മൾ ആദ്യം മുതൽ 6:30 വന്ന ആദ്യ സൂചന മുതൽ ഇതുവരെയുള്ള എല്ലാ സൂചന നോക്കിയാലും BJPക്ക് NDA സഖ്യത്തിന് ഒരു ക്ലിയർ മെജോറിറ്റിയിൽ 3-ാം ഊഴം എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശരിയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ NDA എന്ന് തോന്നൽ ഒരിടത്തുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ നഷ്ടം അവരുടെ ശക്തി കേന്ദ്രങ്ങളിലുണ്ട്. പക്ഷേ അത് നാമമാത്രമായ നഷ്ടമാണ്. അപ്പോൾ ആ നാമമാത്രമായ നഷ്ടത്തെ നേരിടാൻ അവർ ഒറീസയിൽ അവർ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് ഇവിടെ ന്യൂസ് 24 എന്ന ചാനലിന്റെ സർവേ പറയുന്നത്. അവർക്ക് ഒഡീഷയിൽ വലിയ മുന്നേറ്റം നടത്താൻ പറ്റുമെന്ന് പറയുന്നു. അതുപോലെ പശ്ചിമ ബംഗാളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. UPയിൽ ഏതാണ്ട് ഒരു 10 സീറ്റിന്റെ അധികം നേട്ടമുണ്ടാകുമെന്നാണ് ഇതിനോടകം വന്ന ഒട്ടുമിക്ക സർവേകളും പറയുന്നത്. നമ്മൾ വളരെ കൗതുകത്തോടെ നോക്കുന്നത് ഇന്ത്യ ടുഡേ മൈ ഇന്ത്യ ആക്സസ് തന്നെയാണ്. അവിടെ 543-ൽ 234 റിസൾട്ടാണ് വന്നത്. അതിൽ 144 മുതൽ 162 വരെ NDA എന്നതാണ് പറയുന്നത്. 70 മുതൽ 88 ഇന്ത്യ സഖ്യം, മറ്റുള്ളവർ 5 വരെ എന്ന് കണക്ക് പറയുന്നു. ഇതെവിടെ വരെ പോകും? അതായത് ഈ ടാലി 144, 162 എന്നത് ഏതറ്റം വരെ പോകും? അത് 350 അടുക്കുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇനിയുള്ള ഒരു കൗതുകം അത് മാത്രമാണ്. ബാക്കി ഏതാണ്ട് നമ്മൾക്ക് ഇതിനോടകം ഒരു ട്രെൻഡ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി അറിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എന്താണ് പറയുന്നത് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി. ഇവിടെ CTVയുടെ കണക്കനുസരിച്ച് 353 മുതൽ 367 വരെയാണ് NDAയുടെ നാഷണൽ ടാലി. 118 മുതൽ 133 വരെ ഇന്ത്യ സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. 43 മുതൽ 68 വരെയാണ് മറ്റുള്ളവർക്ക് പറയുന്നത്. മഹാരാഷ്ട്രയിൽ NDA 30 മുതൽ 36, ഇന്ത്യ സഖ്യം 13 മുതൽ 19 വരെ. ഇവിടെ NDAക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ തവണ ഓൾമോസ്റ്റ് ഒരു സ്വീപ്പായിരുന്നു. അതിൽ നിന്ന് BJP കുറച്ച് പുറകോട്ട് വന്നു. പക്ഷേ ഇവിടെ അപ്പോഴും BJPയുടെ സീറ്റിൽ കുറവുണ്ടോ എന്നുള്ളതാണ്. അവിടെ BJPയുടെ സഖ്യകക്ഷികൾ ശിവസേന, ഷിൻഡെ വിഭാഗവും NCP, അജിത് പവാറിനൊപ്പം നിൽക്കുന്ന NCPയുമാണ്. അവിടെ BJP ഇത്തവണ 27 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. 27 28 സീറ്റിൽ. അതിൽ BJP ഒട്ടുമിക്ക സീറ്റുകളിലും ജയിക്കും എന്നൊരു സൂചന ഈ കണക്ക് നൽകുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇവിടെ നമ്മൾ റിപ്പബ്ലിക് ഭാരത് അതിൻ്റെ മെട്രിക്സ് 353 മുതൽ 368, ഇന്ത്യ 118 മുതൽ 133 വരെയാണ്. റിപ്പബ്ലിക്കിന്റെ P മാർക്ക് 359, 184 NDAയ്ക്കും ഇന്ത്യ സഖ്യത്തിനും പ്രവചിക്കുന്നത്. ദൈനിക് ഭാസ്കർ ഇതുവരെ വന്നതിൽ 281 എന്ന NDAയുടെ ഏറ്റവും കുറഞ്ഞ ടാലി പറയുന്നത് അവരാണ്. 350 എന്ന അപ്പർ ടാലി പറയുന്നുണ്ട്. വളരെ വൈഡായ ഒരു കണക്കാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഇന്ത്യ ന്യൂസ് D ഡൈനാമിക്സ് 371, 125 എന്ന കണക്ക് അവർ അവതരിപ്പിക്കുന്നുണ്ട്. ജൻ കി ബാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. 362 മുതൽ 392 വരെ ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടിയ കണക്ക് 392 NDAയ്ക്ക് പ്രവചിക്കുന്നത് അവരാണ്. ന്യൂസ് നേഷൻ 342 മുതൽ 378 വരെയും 153 മുതൽ 169 വരെയുമാണ് NDA സഖ്യത്തിനും ഇന്ത്യ സഖ്യത്തിനും പ്രവചിക്കുന്നത്. ഇതിനോടകം ഈ കണക്കുകളൊക്കെ വന്നു. പ്രധാനപ്പെട്ട ഏജൻസികൾ വരാനുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതിൽ എന്താണ് റിപ്പബ്ലിക് TVയുടെ കേരളത്തിലെ കണക്കുകൾ വന്നില്ല, അത് വരാനിരിക്കുന്നു. മാത്രമല്ല ആക്സിസുമായി ഇന്ത്യയുടെ ഫൈനൽ ടാലി, ബാക്കി എല്ലാ പോളുകളും ആദ്യം ഫൈനൽ ടാലി പറയുകയും പിന്നീട് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയുമാണെങ്കിൽ ആക്സിസുമായി ഇന്ത്യ അവർ ചെയ്യുന്നത് ഓരോരോ സംസ്ഥാനങ്ങൾ, ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തുടങ്ങി കേരളം വഴി അങ്ങനെ കയറി കർണാടക, അങ്ങനെ കയറി ഉത്തരേന്ത്യയിലേക്ക് കയറി, അങ്ങനെയാണ് അവരുടെ രീതി. അപ്പോൾ അതിൻ്റെ ഫൈനൽ ടാലിൽ 543-ൽ 234 പ്രവചനം വരുമ്പോൾ 144 മുതൽ 162 വരെ NDA, 70 മുതൽ 88 വരെ ഇന്ത്യ സഖ്യം, മറ്റുള്ളവർ 1.5.
ഐ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ കണക്കുകൾ ഇങ്ങനെയാണെങ്കിൽ 234-ൽ 162 ആണെങ്കിൽ ഈ പറഞ്ഞ 350 372 എന്ന് പറഞ്ഞാൽ മാരകമായി മാസീവായ ഒരു കണക്കിലേക്ക് ആക്സിസ് ബാങ്ക് ഇന്ത്യ NDA കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ജെയിംസ് കൂടി ചെയ്തു. പി ജെയിംസ്, കേരളത്തിലേക്ക് വന്നാൽ 1 മുതൽ 4 വരെ BJPക്ക് പ്രവചിക്കുന്ന ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ആദ്യ എക്സിറ്റ് പോൾ സർവേ ആവണം. 1 മുതൽ 1 എന്നുള്ള കണക്ക് അതിൽ വരുന്നു. 0 എന്ന് ആരും പറയുന്നില്ല. ജെയിംസ്, എവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് വരുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ ഇടതു വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ടോ എന്ന ചില രാഷ്ട്രീയ നിരീക്ഷകർക്ക് നമ്മുടെ ആ ദിവസങ്ങളിലെ ചർച്ചകളിലൊക്കെ ചില സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതുപോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ LDFന് 0 സീറ്റ്, NDA 1 സീറ്റ് തുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സ്ഫോടനം കേരളത്തിൽ വലുതാകും. വലിയ ദീർഘനാളത്തേക്ക് നയിച്ചേക്കാവുന്ന ചർച്ചകൾക്ക് തുടക്കമാവുന്നൊക്കെ വിചാരിക്കണോ? ഞാൻ വ്യക്തിപരമായി ജെയിംസ് വിശ്വസിക്കുന്നില്ല കേരളത്തിൽ LDFന് 0 എന്നൊരു ടാലി വരുമെന്ന കാര്യം. ജെയിംസ്, അല്ലാതെ ഞാൻ ആ ഒരു ഇതിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഒരു സർവേയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 0 സീറ്റ് LDFന് എന്നുള്ളത് ഒരു സർവേയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ ടിവിയുടെ സർവേയിലൊക്കെ 3 മുതൽ 5 സീറ്റ്, അത് അത്യാവശ്യം റീസണബിൾ ആണ്. എന്ന് മാത്രമല്ല BJPക്ക് 1 മുതൽ 3 എന്നുള്ളത് വളരെ കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സീറ്റാണ് എന്താ പറയുക, വ്യക്തിപരമായി ഞാൻ ഒരുപാട് നോക്കിയപ്പോൾ കണ്ടത് 1 സീറ്റിനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രവചിക്കുക. അപ്പോൾ പത്തനംതിട്ടയിലും ആറ്റിങ്ങിലൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എന്താ പറയുക, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള അട്ടിമറിയാണത്. ആ തരത്തിൽ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വിശ്വാസ്യത കുറയുന്നത്. ഇപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരവും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതൊരു വാദഗതിക്ക് എടുക്കാം. കാരണം അവിടെ 2 സ്ഥലത്തും 2ാം സ്ഥാനത്ത് എങ്ങനെയായാലും 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ വരാൻ സാധ്യതയുള്ള പാർട്ടിയാണ് BJP. പക്ഷേ അതിനപ്പുറത്തേക്ക് ആറ്റിങ്ങിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ആദ്യത്തെ 1-2 സ്ഥാനങ്ങളിൽ BJP വരുമെന്ന് ഒരു ഇതിലും പറഞ്ഞിട്ടില്ല. അല്ല ജെയിംസ്, 1 മുതൽ 4 വരെ ആക്സിസ് ബാങ്കിന്റെ പറയുമ്പോൾ രാജ്ദീപ് ചോദിക്കുന്നു പ്രദീപ് ഗുപ്തയോട് ഏതൊക്കെയാണ് ഈ 4 എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രദീപ് ഗുപ്ത പറയുന്നത് അതിന്റെ ഓർഡർ തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്ന് ആക്സിസ് ബാങ്കിന്റെ എന്താണ് സാരഥി പ്രദീപ് ഗുപ്ത പറയുകയാണ്. അവിശ്വസനീയമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഹാഷ്മി, ഈ നോർത്ത് ഇന്ത്യയിലെ ദേശീയ ചാനലുകളുടെ പൊതുവെ ട്രെൻഡ് അവർ അനുകൂല ഇതാണ്, BJP അനുകൂലിക്കുന്ന ചാനലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 371 350 എന്നുള്ള കണക്ക് NDTV പണ്ട് പ്രണോയുടെ കയ്യിലായിരുന്നു, ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണ് NDTV. അതുപോലെ തന്നെ റിപ്പബ്ലിക് BJP അനുകൂലിക്കുന്ന ചാനലാണ്. വേറെ സർവേയിലൊക്കെ ഇതൊക്കെ പറഞ്ഞാലും ഒരിക്കലും BJPക്ക് ഒരു എക്സ്ട്രീം സീറ്റ് കൊടുക്കാനേ എപ്പോഴും അവർ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈനിക് ഭാസ്കറിൻ്റേത് വരുമ്പോൾ 281 മുതൽ 350 വരെ എന്ന് പറയുമ്പോൾ ഇതാ താഴോട്ട് വരുന്നു. ദൈനിക് ഭാസ്കർ കുറച്ചും കൂടി ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു പത്രഗ്രൂപ്പാണ്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അങ്ങനെ ഒരു. അപ്പോൾ അതുകൊണ്ട് ഈ 350 370 ഒരു എക്സ്ട്രീം കണക്കല്ലേ. BJP അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയം തോന്നുന്നില്ല. വലിയ അട്ടിമറി നടക്കണം പ്രതിപക്ഷം അധികാരത്തിൽ വരണമെങ്കിൽ. പക്ഷേ BJPക്ക് ഈ പറയുന്ന പോലെ എൻ്റെ ഒരു ഇതിൽ 300-നും 325-നൊക്കെ ഇടയിൽ അല്ലെങ്കിൽ 300-ൻ്റെ അറൗണ്ടിൽ ഒരു ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിൽ വരാനാണ് സാധ്യത. പക്ഷേ നമുക്കറിയില്ല നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിന്റെ ചിന്ത. എന്തായാലും അങ്ങനെ തന്നെയായിരുന്നു ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത്. ഈ 372 എന്നൊക്കെ അല്ലെങ്കിൽ 392 എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ BJP 400 പാർ എന്നൊക്കെ പറയുമ്പോൾ പോലും അതൊരു പെർസെപ്ഷൻ ഉണ്ടാക്കാനാണ്, അതിനടുത്തൊന്നും വരുമെന്ന് അവർ പോലും കരുതിയിരുന്നില്ല എന്നൊക്കെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ടായിരുന്നു. യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവർ. അല്ല, ചില മാധ്യമപ്രവർത്തകർ അതൊരു സൈക്കോളജിക്കൽ ടാക്ടിക്കാണ് 400 എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് എന്ത് ടാക്ടിക് ആണെങ്കിലും 392 വരെ പ്രവചിക്കുന്ന സർവേകളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് അറിയേണ്ടത് 4-ാം തീയതി മാത്രമാണ്. എന്തായാലും ഇതിന്റെ രാഗത്തുക ഇങ്ങനെയാണ്. NDA 3ാമതും അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. കർണാടക, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഗുജറാത്ത്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ BJPക്കും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യത്തിനും ഭൂരിപക്ഷം കിട്ടുമെന്ന് ചില എക്സിറ്റ് പോൾ പറയുന്നുണ്ട്. ബംഗാളിലും ഡൽഹിയിലും BJPക്ക് നല്ല വ്യക്തമായ മുൻതൂക്കമുണ്ട്. തെലങ്കാനയിലും BJPയും കോൺഗ്രസും ഏതാണ്ട് വരവിന് ശേഷമുള്ള സാഹചര്യത്തിൽ കാര്യമായ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. BJP ക്ലീൻ സ്വീപ്പ് എന്നാണ് 2-3 എക്സിറ്റ് പോൾ. പഞ്ചാബിൽ BJP 4 സീറ്റ്. BJPയെ സംബന്ധിച്ച് പഞ്ചാബിൽ അവർക്ക് അങ്ങനെ ഒരു ഗെയിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമല്ല. അവിടെ കോൺഗ്രസും BJPയും 4-4 എന്നതാണ് 3 സർവേകൾ ഒരേപോലെ കണക്ക്. ആം ആദ്മി പാർട്ടി 2 സീറ്റ് പറയുന്നു. അപ്പോൾ പഞ്ചാബിൽ ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്ന് നേരത്തെ ചില BJP നിരീക്ഷകർ നമ്മുടെ ടെലിവിഷൻ ചർച്ചകളിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ കണക്കായിരിക്കാം അവർ പറയാൻ കാര്യം. എന്തായാലും BJPക്ക് അവരുടെ സ്ട്രോങ് ഹോൾഡുകളിൽ അവരുടെ പരമ്പരാഗത സീറ്റുകൾ ഉത്തരേന്ത്യയിൽ ഒന്നും നഷ്ടമാകുന്നില്ല. അവർ ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത കേരളം അടക്കമുള്ള മേഖലകളിൽ ഒരുപക്ഷെ അക്കൗണ്ട് തുറക്കുന്നവർ കൂടുതൽ വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് ഈ സർവേയുടെ സൂചന. ജൂൺ 4-ലാണ് ഇത്. എക്സിറ്റ് പോൾ മാത്രമാണ് എക്സാക്ട് പോൾ അറിയേണ്ടത്. ജൂൺ 4-ലാണ്. തിരികെ എത്താം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.